ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ വീട്ടിൽ നിന്നും വീണ്ടും അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. പുരയിടത്തിലെ സംശയമുള്ള സ്ഥലങ്ങൾ കുഴിച്ചു നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. കഡാവർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ് നിലവിൽ. ഇടുക്കി ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള ഏഞ്ചലിനെയാണ് പരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. രഘുനാഥ് നാരായണനും ഷിനോ ജസ്റ്റിയുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് പള്ളിപ്പുറത്ത് നിന്ന് കാണുന്നത്. ഷിനോജ് ജസ്റ്റി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. അതിനിടയിലാണ് കൂടുതൽ അസ്ഥി കണ്ടെത്തിയത്. ആദ്യം അസ്ഥി കണ്ടെത്തിയ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും പരിശോധന? അവിടെ നിന്നാണ് കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. ഈ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധന ഏത് തരത്തിലാണ്? രതീഷ്, ആദ്യഘട്ടത്തിൽ അസ്ഥി കണ്ടെത്തിയ ഭാഗത്തു നിന്ന് ഒരു 40-50 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ പുതിയ നിലവിലുള്ള ഈ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കിട്ടിയ അസ്ഥി എന്ന് പറയുന്നത് ഈ തലയോട്ടിയുടെയും അതുപോലെ തന്നെ തുടയലിൻ്റെയും പല്ലിൻ്റെയും ഒരു ഭാഗമാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഏത് തരത്തിലുള്ള അസ്ഥിയാണ് ലഭിച്ചിരിക്കുന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. പക്ഷേ ക്രൈംബ്രാഞ്ച് സംഘം സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിൽ അസ്ഥി ലഭിച്ചിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കഡാവർ ഡോഗിനെ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഇടുക്കിയിൽ എന്താണ് ഈ കഡാവർ ഡോഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് ഇത് അന്വേഷണത്തെ കൂടുതലായി സഹായിക്കുക? ഇങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് നായ എത്തിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്താണ്? എങ്ങനെ വേഗത്തിൽ ഈ പരിശോധന നടത്താൻ കഴിയുമെന്നാണോ? അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരന്തത്തിൽ ഏഞ്ചലിനെ എത്തിച്ചത് നിർണായകമായിരുന്നു. പ്രത്യേകിച്ച് ഈ മനുഷ്യ മാംസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ഈ ഡോഗുകൾക്ക്, ഇത്തരത്തിലുള്ള ഡോഗുകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ കഡാവർ ഡോഗുകളെ ഉപയോഗിച്ച് ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത്. ഇടുക്കി മൂലമറ്റം സാജൻസ് കറിയ കൊലപാതകത്തിലും ഈ അതിന്റെ കൈ കണ്ടെത്തിയതും ഇത്തരത്തിലുള്ള കഡാവർ ഡോഗുകളായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ആ ഒരു തരത്തിൽ പ്രത്യേകിച്ച് മനുഷ്യന്റെ മാംസം കണ്ടെത്തുന്നതിൽ ഈ ഇത്തരത്തിലുള്ള നായ്കൾക്ക് വളരെ പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ഈ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഈ പള്ളിപ്പുറത്തെ സാജൻ സെബാസ്റ്റ്യന്റെ വീട്ടിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പരിശോധന തുടങ്ങി ആദ്യം ഈ നായ ഓടിക്കയറിയത് അതിന് സമീപത്ത് തന്നെയാണ്, അതായത് ഈ വീടിന് പുറകുവശത്തുള്ള ഒരു ബാത്റൂമിലാണ്. അതിനുശേഷം പുറകിൽ ഒരു കുളമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുളത്തിന്റെ കരയിലൊക്കെ തന്നെ നായ അങ്ങോട്ട് പോവുകയുണ്ടായി. അതിനുശേഷം വീണ്ടും നമ്മൾ നിൽക്കുന്ന, അതായത് ഈ വീടിന്റെ ഈ ബാത്റൂമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്കൊക്കെ തന്നെ ഈ നായ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ തുടരുകയാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് DNA പരിശോധന ഫലം തന്നെയാണ്. കാരണം ഇപ്പോൾ കിട്ടിയ അസ്ഥി, അതൊപ്പം കഴിഞ്ഞ തെരച്ചിലിൽ, അതായത് 2-3 ദിവസം മുൻപ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച അസ്ഥി, അത്തരത്തിലുള്ള ഭാഗങ്ങൾക്ക് അതിന് DNA പരിശോധന ഫലം മാച്ച് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. DNA പരിശോധന ഫലം ഒരുപക്ഷെ ബുധനാഴ്ച ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ അയച്ചിരിക്കുന്ന DNA പരിശോധന ഫലമായത്തിന് അയച്ചിരിക്കുന്ന സാമ്പിളുകൾ എന്ന് പറയുന്നത് ഈ ഏറ്റുമാനൂരിൽ നിന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ 23-ന് മിസ്സിംഗ് ആയ തിരോധനം ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചേർത്തല പള്ളിപ്പുറത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ വീട്ടിൽ നിന്നും വീണ്ടും അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി. ഇതാണ് അന്വേഷണത്തിന് ഇന്നത്തെ പുരോഗതി. പുരയിടത്തിലെ സംശയമുള്ള സ്ഥലങ്ങൾ കുഴിച്ചു നടത്തിയ പരിശോധനയാണ് കൂടുതൽ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്.